അള്ളാഹുവിന്റെ റസൂല് നീ ആഘോഷിച്ചിട്ടുണ്ടോ? ഉണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ല പറയുന്നു, ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്നു ആ ഹദീസ്. എന്താണത്? അള്ളാഹുവിന്റെ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബൂവത്തൊക്കെ കിട്ടിയതിന് ശേഷം ആട്ടിനെ വാങ്ങി അറുത്തു കൊടുക്കുന്നു. അപ്പോ പണ്ഡിതന്മാർ ചർച്ച ചെയ്തു, അത് റസൂലുള്ളാഹിന്റെ അഖീഖ അറുത്തു കൊടുക്കുകയൊന്നുമല്ല, അങ്ങനെ ആരും ചിന്തിക്കണ്ട. കാരണം റസൂലുള്ളാഹി തങ്ങൾ ജനിച്ച് 7-ാം ദിവസം തന്നെ അബ്ദുൽ മുത്തലിബ് അഖീഖയൊക്കെ അറുത്ത് വലിയ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഈ അറുത്തത് എന്താണ്? ഇമാം ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ല പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന് അനുഗ്രഹമായി അള്ളാഹുവിന്റെ റസൂലിനെ നിയോഗിച്ചതിൽ, ഈ ലോകത്തേക്ക് ജന്മം നൽകിയതിൽ, ഈ ലോകത്തേക്ക് നിയോഗിച്ചു പറഞ്ഞയച്ചതിന്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിക്കലാണ്, നന്ദി പ്രകടിപ്പിക്കലാകുന്നു. അതിനു വേണ്ടിയാണ് റസൂലുള്ളാഹി തങ്ങൾ അറുത്തു കൊടുത്തത്. മാത്രമല്ല തന്റെ സമുദായത്തിന്, ഈ ഭാവിയിൽ വരുന്ന സമുദായത്തിൽപ്പെട്ട നമുക്കൊക്കെ തന്നെ ശരീഅത്തിന്റെ നിയമമാക്കി കാണിച്ചു തരുന്നതിന് വേണ്ടിയുമാണ്. അള്ളാഹുവിന്റെ റസൂല് തന്നെ തന്റെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് ആട്ടിനെ അറുത്തു കൊടുക്കുന്നു. ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ല തന്റെ വിശ്രുതമായ ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. അള്ളാഹുവിന്റെ റസൂല് ചെയ്തോ, അള്ളാഹുവിന്റെ റസൂല് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ നമ്മുടെ മുസ്ലിയാര് പറഞ്ഞത് നബിദിനം ആഘോഷിക്കണം നമ്മൾ. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി പ്രവാചകനായതിനു ശേഷം, അഥവാ നബി ആയതിനു ശേഷം രണ്ടാമതും അഖീഖ തർക്കുകയുണ്ടായി. അദ്ദേഹം അതിന്റെ അടിസ്ഥാനമായിട്ട് ഉദ്ധരിക്കുന്നത് സുയൂത്തി ഇമാമിന്റെ ഗ്രന്ഥമാണ്. അദ്ദേഹത്തിനുണ്ട് ഹുസ്നുൽ മഖ്സദി ഫി അമലിൽ മൗലിദ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥമുണ്ട്. നമുക്ക് ആ ഭാഗം നോക്കാം. അദ്ദേഹം പറയാണ്, ഇങ്ങനെ മൗലിദിന് അദ്ദേഹം തെളിവുണ്ടാക്കി കൊണ്ടുവന്നതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം പറയുകയാണ്, എനിക്ക് വേറെയും ഒരു അസ്ല് ഇതിന് കിട്ടിയിട്ടുണ്ട്. ഏതിന്? മൗലൂദ് കഴിക്കാൻ. എന്താ അദ്ദേഹം പറഞ്ഞത്? വഹുവ മാ അഖ്റജഹുൽ ബൈഹഖിയു അൻ അനസ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ അൻ നഫ്സിഹി ബഅദ നുബുവത്തി. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്തിന് ശേഷം സ്വന്തത്തിന് വേണ്ടി അഖീഖ തർക്കുകയുണ്ടായി. ഇത് കൊടുത്തതിന് ശേഷം സുയൂത്തി ഇമാം പറയാണ്, നബിക്ക് 7 വയസ്സായപ്പോൾ അബ്ദുൽ മുത്തലിബ് അഖീഖ തർത്തതാണല്ലോ. ഒരു മനുഷ്യന് ആവർത്തിച്ച് അഖീഖ തർക്കേണ്ടതില്ല. അപ്പൊ പിന്നെ നബി എന്തിനു വേണ്ടിയാണ് ഈ അഖീഖ തർത്തത്? അദ്ദേഹം പറയാണ്, ആര്? സുയൂത്തി ഇമാം. അതൊരു സാധ്യതയാകുന്നത് അദ്ദേഹം ഒരു ഖണ്ഡിതമായിട്ട് ഉറപ്പിച്ച് തറപ്പിച്ച് പറയല്ല. അത് പറയാൻ അദ്ദേഹത്തിന് പറ്റൂലല്ലോ. കാരണം ദീനിന്റെ ഹുക്കുമുകൾ എവിടെന്നാ നമ്മൾ പഠിക്കേണ്ടത്? പരിശുദ്ധ ഖുർആനിൽ നിന്ന്, സഹിയായ ഹദീസുകളിൽ നിന്ന്, ഇജ്മായിൽ നിന്ന്, ഖിയാസിൽ നിന്ന്. സുയൂത്തി ഇമാം ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറയാ, ഇതിപ്പോ നമുക്ക് ഇങ്ങനെ കൂട്ടാം. എങ്ങനെ? അലാ അന്നല്ലദീ ഫഅലഹു നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ രണ്ടാമത് അഖീഖ തറുത്തത് ഇൽഹാറുൽ ലിശുക്രി അലാ ഈജാദില്ലാഹി ഇയാഹു റഹ്മത്തൽ ലിൽ ആലമീൻ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമെ ലോകത്തിന് റഹ്മത്തായി അള്ളാഹു അയച്ചതിൽ ശുക്ർ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടാമത് അഖീഖ തറുത്തത് എന്ന സാധ്യതകൾ അദ്ദേഹം കാണുകയാണ്. എന്നിട്ട് വീണ്ടും സുയൂത്തി പറയാ, തന്റെ ഉമ്മത്തുകൾക്ക് ഷറാക്കി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയും എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി ഇവിടെ നമ്മൾ ചിന്തിക്കുക, ഇങ്ങനെ ഒരു സംഭവം റസൂലുള്ളാഹി ചെയ്തിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അത് സ്ഥിരപ്പെടണ്ടേ? എങ്ങനെ സ്ഥിരപ്പെടണം? ആ സംഭവം തെളിവോടുകൂടി സഹിയായ രൂപത്തിൽ ഇവിടെ വരണം. നമുക്ക് എങ്ങനെയാണ് ലോക പണ്ഡിതന്മാര്, ഹദീസിന്റെ പണ്ഡിതന്മാര്, സ്പെഷ്യലി ജർഹ് തഅദീലിന്റെ പണ്ഡിതന്മാര് ഈ ഹദീസിനെ എങ്ങനെയാണ് വിലയിരുത്തിയത് എന്ന് നമുക്ക് നോക്കാം. ഇബ്നു ഹജർ തൽഖീസില് കിതാബുൽ അഖീഖ എന്ന് പറഞ്ഞ ഒരു അധ്യായത്തിൽ പറയാണ്, റാഫി ഇമാമ് ഈ ഹദീസ് ഉദ്ധരിച്ചതിനെ എടുത്തു പറഞ്ഞിട്ടുകൊണ്ട് ഇബ്നു ഹജർ പറയുന്നു,
മുങ്കറുൻ, ഈ ഹദീസ് അങ്ങേ അറ്റം മുങ്കറാണ്, വെറുക്കപ്പെട്ട, നിഷേധിക്കപ്പെടേണ്ടത് എന്ന് വെച്ചാൽ അംഗീകരിക്കാൻ പറ്റാത്ത ഹദീസാണ്. അതിനുള്ള റീസൺ അദ്ദേഹം പറഞ്ഞെന്താ, ഒഫീഹി, ഈ ഹദീസിലുണ്ട് അബ്ദുല്ലാഹിബിൻ മുഹറർ എന്ന് പറഞ്ഞ ഒരു സഹോദരനുണ്ട്, ഒരു ചങ്ങാതി ഉണ്ട്. അയാളെ സംബന്ധിച്ച് ഒരുപാട് പണ്ഡിതന്മാര് അയാൾ മോശമാണ്, ദുർബലരാണ്, ഇയാളുടെ ഹദീസ് അംഗീകരിക്കാൻ പാടില്ല. ഇനി ഇതിന്റെ ജുർഹ് തഅദീൽ ഓരോ പണ്ഡിതന്മാരും പറഞ്ഞത് ഞാനിങ്ങനെ ആവർത്തിച്ചു വായിച്ചു കേൾപ്പിച്ചു തരുമ്പം ഇതിന്റെ ശ്രോതാക്കൾക്ക് ഒരു ബോറടി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുമിച്ച് പറഞ്ഞുതരാം. പ്രബലമായിട്ട് 2 റിപ്പോർട്ടുകളാണ് ഉദ്ധരിക്കപ്പെടുന്നത്. അതിൽ ഈ അനസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഇതിലുള്ളതാണ് അബ്ദുല്ലാഹിബിൻ മുഹറർ. ഇനി അബ്ദുല്ലാഹിബിൻ മുസന്ന എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരാളുണ്ട്. ഈ 2 ഹദീസുകൾ എങ്ങനെ അള്ളാഹുവിന്റെ റസൂല് പിന്നെയും ഹഖീഖത്ത് അർത്തു എന്ന സംഭവത്തിൽ പറഞ്ഞ ഈ 2 ഹദീസുകളെയും ഒന്ന് ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്തുവെങ്കിലും, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തുവെങ്കിൽ പോലും അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ട്, ഈ ഹദീസ് അംഗീകരിക്കാൻ പറ്റാത്ത ഹദീസാണ്, അത് മൗലിയാര് പൂഴ്ത്തിവെക്കുകയാണ്. അദ്ദേഹം മാത്രമാണോ പറഞ്ഞത്? അല്ല, ബസ്സാർ പറഞ്ഞിട്ടുണ്ട്, ഇബ്നു അബ്ദുൽ ബർ പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഹദീസുകളെ മഹാനായ നവീമാം, നമ്മളിപ്പോ പ്രസംഗിച്ച മൂല്യാര് അന്ധമായി അംഗീകരിക്കേണ്ട, സ്വീകരിക്കേണ്ട ആളാണ് നവീമാം. അദ്ദേഹം ശറഹ് മുഹദ്ദബിൽ പറയുകയുണ്ട, ഈ ഹദീസ് ബാത്തിലാണ്, നിരർത്ഥകമായ ഹദീസാണ്, ഇത് അംഗീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഷാഫി പണ്ഡിതന്മാർ വേറെയും ധാരാളം ആലിമീങ്ങൾ പറഞ്ഞതിന്റെ ആകത്തുക ഹദീസുൻ ബാത്തിലും ലൈഫുൻ മുൻകറും എന്ന് വെച്ചാൽ അങ്ങേ അറ്റം നിഷിദ്ധമാക്കപ്പെട്ട അല്ലെങ്കിൽ വെറുക്കപ്പെട്ട ദുർബലമായ നിരർത്ഥകമായ ഹദീസാണ്, ഇത് അംഗീകരിക്കാൻ പറ്റൂല എന്ന ഈ സംഭവം ഒരുപാട് കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായിട്ട് തുഹ്ഫത്തുൽ അഹ്വദി, മുബാറക് പൂരിയുടെ തുഹ്ഫത്തുൽ അഹ്വദി നോക്കിയാൽ കാണാം, മീസാനുൽ ഇഅ്തിദാൽ ഇമാം ദഹബിയുടെ അതിൽ കാണാം ധാരാളം ഗ്രന്ഥങ്ങൾ. ഇമാം ദഹബിയുടെ കിതാബിലും മറ്റൊക്കെ ഇഷ്ടം പോലെ കാണാം, ഇബ്നു ഹജറിന്റെ കിതാബുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നോക്കൂ നിങ്ങൾ, മൗലിദ് എന്ന് പറഞ്ഞ ബിദ്അത്ത് ജനങ്ങളെ കൊണ്ട് എങ്ങനെയെങ്കിലും കഴിക്കുക, 2 കഴിക്കലുണ്ടല്ലേ, ചെയ്യാന്നുള്ള അർത്ഥത്തിലുണ്ട്, കഴിക്കുക എന്നുള്ള അർത്ഥത്തിലുണ്ട്. ഇത് കഴിച്ചാലാണ് ചില ആൾക്കാർക്ക് രക്ഷപ്പെടാൻ സാധിക്കുക. അതിനു വേണ്ടി ഈ ഗ്രന്ഥമൊക്കെ ഇത് പ്രസംഗിച്ച മൂല്യര് കാണാത്തത് കൊണ്ടല്ല, ഇത്രമാത്രം ലോക മുസ്ലിം പണ്ഡിതന്മാര്, ഹദീസിന്റെ വിഷയത്തിലുള്ള പണ്ഡിതന്മാര്, ഹദീസിന്റെ നിരൂപണ ശാസ്ത്രത്തിലെ അഗ്രഗണ്യന്മാരായ പണ്ഡിതന്മാര് ഇത് അംഗീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടും സാധാരണക്കാര്, മുന്നിലുള്ള ആൾക്കാർക്ക് ആയിട്ടുള്ള പാവം സാധുക്കളാണല്ലോ, ആയിട്ടോട് എന്ത് പൊട്ടത്തിൽ അറബി വായിച്ചായിട്ടുള്ള അംഗീകരിക്കുമല്ലോ, അത് തെറ്റിദ്ധരിച്ചുകൊണ്ട് തിരുനോൽ ആരുണ്ടാവില്ല എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ കള്ളക്കഥ പറഞ്ഞു പ്രചരിപ്പിച്ച് കഴിച്ചോളി എന്ന് പറയാം. ഇനി നമ്മൾ ഇതിന്റെ ഒരു മറുവശം ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ മനുഷ്യനായതിനു ശേഷം, നുബുവത്ത് കിട്ടിയ 40 വയസ്സായിട്ടാണല്ലോ, നുബുവത്തിന്റെ ശേഷം എന്ന് പറഞ്ഞാൽ 40 വയസ്സായിട്ട് മധ്യവയസ്കതയിലേക്ക് നീങ്ങിയാല് എന്താണ് ഹഖീഖത്ത് അറക്കേണ്ടതുണ്ടോ? ഈ വിഷയം പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു മനുഷ്യന് എപ്പോഴാണ് ഹഖീഖത്ത് അറക്കേണ്ടത്, ആരാണ് ഹഖീഖത്ത് അറക്കേണ്ടത്? നിങ്ങൾ ഗൗരവപൂർവ്വം ശ്രദ്ധിച്ചു നോക്കുക. അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയിൽ മുഴുവൻ ഹഖീഖത്ത് അറക്കാൻ പറഞ്ഞത് വലിയനോടാ, രക്ഷിതാക്കളോട്, എന്ന് വെച്ചാൽ വാപ്പാനോട്, അല്ലെങ്കിൽ ആ കുട്ടികളെ നോക്കുന്ന രക്ഷിതാക്കളോട്. അപ്പൊ ഉത്തരവാദിത്തം ആർക്കാണ്? ജനിച്ച കുട്ടിക്കല്ല ഉത്തരവാദിത്തം, അതിന്റെ വലിയ സംരക്ഷകൻ ആരാണോ അവരാണ് നടത്തേണ്ടത്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സംരക്ഷണം റസൂലുള്ളാഹി കൊണ്ടുപോയിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ ആ പേരക്കുട്ടികൾക്ക് വേണ്ടിയുള്ള ഹഖീഖത്ത് അറുത്തു എന്ന് നമുക്ക് സഹിയായ ഹദീസിൽ കാണാം. ഒന്ന് ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, ഒരൊറ്റ ഹദീസിലും അള്ളാഹുവിന്റെ റസൂല് ബാപ്പാരോടോ വല്ലിപ്പാരോടോ കുട്ടിക്ക് ഹഖീഖത്ത് അറുക്കണം എന്നല്ലാത്ത രൂപത്തിൽ ജനിച്ച കുട്ടി വലുതാവുമ്പം, അല്ല എനിക്ക് വേണ്ടി ഹഖീഖത്ത് അറുത്തി, ഞാൻ എന്റെ ബാപ്പ ഹഖീഖത്ത് അറുത്തോ, ഇല്ല എന്നാ ഞാൻ ഹഖീഖത്ത് അറുത്തോ എന്ന് പറഞ്ഞിട്ട് വ്യക്തികളോട് അവനവന് വേണ്ടി ഹഖീഖത്ത് അറുക്കാൻ അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ച ഒരൊറ്റ ഹദീസും ഇല്ല. ഇനി നബി ഇങ്ങനെ അറുത്തു എന്നാൽ പോലും അങ്ങനെ മുസ്ലിങ്ങൾ ഹഖീഖത്ത് അറുക്കേണ്ടതില്ല എന്ന് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞു. ഇത് അറുത്തു എന്നാൽ ഞാൻ പറഞ്ഞത് സാങ്കല്പികമായിട്ടൊരു വാദത്തിന് വേണ്ടി പറയാ. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇബ്നു ഖുദാമ തന്റെ മുഗ്നിയിൽ പറഞ്ഞൊരു ഇബാറത്ത് ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തരാം. വല്ലം യുഅഖ അൻഹു അസ്ലൻ ഫബലഗൽ ഗുലാമു. ഈ ഒരാൾക്ക് വേണ്ടി തീരെ ഹഖീഖത്ത് അറുത്തില്ല, ആ കുട്ടി പ്രായപൂർത്തിയായി, ജോലിക്കൊക്കെ ആയി എന്നും പറയുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തിയാൽ ഫലാ ഹഖീഖത്ത അലൈഹി, ആ കുട്ടിക്ക് വേണ്ടി വലിയ മനുഷ്യനായല്ലോ, ആ മനുഷ്യന് വേണ്ടി ഓനെ ഹഖീഖത്ത് അറുക്കൽ സുന്നത്തില്ല. ഈ ആശയം പറഞ്ഞ ധാരാളം പണ്ഡിതന്മാരുണ്ട്.
അപ്പൊ പിന്നെ അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി അഖീഖത്ത് അറുത്തു എന്നുള്ളത് സംഭവം സഹിയാണെങ്കിൽ പോലും ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു കൽപ്പനകളില്ല. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു ജീവിതത്തിൽ ഉമ്മയെ വാപ്പയെ രക്ഷിതാക്കളോ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്യൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ സുന്നത്താക്കി ഏൽപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട് ചോദിക്കപ്പെട്ടു, അഹമ്മദിനോട് ചോദിക്കപ്പെട്ടു അൻഹാദിഹിൽ മസ്അലത്തി, ഇങ്ങനത്തെ ഒരു മസലയെ പറ്റി. എന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് അഖീഖത്ത് അറക്കപ്പെട്ടിരുന്നില്ല, കുട്ടി വലിയ മനുഷ്യനായി, അതിന്റെ ശേഷം അവനവന് വേണ്ടി അവനവൻ അഖീഖത്ത് അറക്കേണ്ടതുണ്ടോ എന്ന് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഫഖാല ദാലിക അലൽ വാലിദി, ദാലിക അലൽ വാലിദി, കുട്ടികൾക്ക് വേണ്ടി അഖീഖത്ത് അറക്കേണ്ടത് രക്ഷിതാക്കളാകുന്നു. അതെന്ന് ചെറുപ്പത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാകുന്നു. ലാ യഅഖു അൻഹു നഫ്സുഹു, അവൻ അവന്റെ ശരീരത്തിന് വേണ്ടി അവൻ അഖീഖത്ത് അറക്കരുത്. ലി അന്ന സുന്നത, കാരണം സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഫി ഹഖ്ഖി ഗൈരിഹി, അവന്റെ ഹക്കിലല്ല, അവന് വേണ്ടിയല്ല, അവന് വേണ്ടി മറ്റുള്ളവർ ചെയ്തു കൊടുക്കല. എന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി എന്റെ മാതാപിതാക്കളോ രക്ഷിതാക്കളോ അന്ന് ചെയ്യേണ്ടിയിരുന്നു, അതാണ് സുന്നത്ത്. അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ച ഹദീസ് മുഴുവൻ അങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. എന്തിനാണ് ഇങ്ങനെയൊക്കെ കുത്തി പൊറുക്കി നബി പിന്നെ അഖീഖത്ത് അറുത്തു എന്ന് സഹിയായിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ തെളിയിക്കപ്പെടാത്ത ഒരുപാട് മഹാന്മാര് ഈ ഹദീസിന്റെ പോരായ്മകൾ ധാരാളം ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടും ഇവിടെ നിങ്ങൾ വോയിസ് കേട്ടാ മുസ്ലിയാർ ഇത് കൊണ്ടുവരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഖീഖത്ത് അറുത്തുകാണെങ്കിലും അങ്ങനെ തന്നെങ്കിലും മൗലൂദ് കഴിച്ചെങ്കിൽ എന്നിട്ട് ഇവരാരെങ്കിലും അഖീഖത്ത് അറുക്കാൻ നടക്കല ഉണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇനി നബി അറുത്തു എന്ന് പറഞ്ഞ റബീഉൽ അവ്വൽ മാസത്തിലാണോ, ജന്മദിനത്തിലാണോ? അള്ളാഹുവിന്റെ റസൂൽ കൊല്ലങ്ങൾ ഇങ്ങനെ ഇവിടെ മുകളിൽ പറഞ്ഞ പോലെ ശരിയത്താക്കി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടോ നബിനെ അള്ളാഹു തആല അയച്ചയിലെ സന്തോഷം ജന്മദിനം ആഘോഷിക്കാനാണെങ്കിൽ ഇവർ ചെയ്യുന്നത് പോലെ വർഷത്തിൽ റബീഉൽ അവ്വൽ വന്നപ്പോ നബി അഖീഖത്ത് അറുത്തിട്ടുണ്ടോ? അങ്ങനെ അറക്കാൻ കൽപ്പിച്ചിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു സംഭവമല്ല. ഇത് പ്രസംഗിക്കുന്ന ആൾക്കാർ റബീഉൽ അവ്വൽ 12 വരുമ്പോ എന്താ നബിനോടുള്ള ആ ആഘോഷം സന്തോഷം കൊണ്ട് നമ്മളൊരു അഖീഖത്ത് അറക്കുക എന്ന് പറഞ്ഞിട്ട് ഇവരാരെങ്കിലും അഖീഖത്ത് അറക്കലുണ്ടോ? ഇല്ല. ഇവർക്ക് ആകെ അറിയെന്താ, നിർമ്മിക്കപ്പെട്ട കള്ളത്തരങ്ങൾ കടത്തിക്കൂട്ടിയ മങ്കൂസ് മൗലിദോ ഷറഫുലനാമ ചെല്ലുക, കുട്ടികൾക്ക് ഉപ്പാടിച്ച് കൊണ്ടു കിടക്കുക, ഇതാണ് ഇവിടെ ജന്മദിനാഘോഷം എന്ന് പറഞ്ഞത്. എന്നിട്ട് പറയാ അള്ളാഹുവിന്റെ റസൂൽ അഖീഖത്ത് സ്വന്തമായിട്ട് അറുത്തിട്ടില്ലേ, അതുകൊണ്ട് നമുക്കിവിടെ റബീഉൽ അവ്വൽ 12 ആഘോഷിക്കാം. എന്തൊരു ഏച്ചുകൂട്ടലാണിത് അല്ലെ? ഒലക്കയും പാന്തവും ഏച്ചുകൂട്ടിയ മായ്ക്കുള്ള ഉദാഹരണം. ഇങ്ങനെയൊക്കെ ഈ എടങ്ങാറാണ്. എന്തുകൊണ്ടാ? ഇസ്ലാമിൽ അതിന് തെളിവില്ല. ഇല്ലാത്ത തെളിവ് ഉണ്ടാക്കി ഒപ്പിച്ച് ജനങ്ങളെ വലാലത്തിന്റെ മാർഗത്തിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയാണ് ഇത്തരം പണ്ഡിതന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്, അവരുടെ വാക്കുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.